ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. മറ്റൊരു സന്ദേശവുമായി ഒരു ചരിത്ര സംഭവത്തിലെ ഒരു വ്യക്തിയെ പരിചയപ്പെടുത്തി എൻ്റെ വാക്കുകൾ തുടങ്ങിയാണ്. നാം ഇന്ന് ഉപയോഗിക്കുന്ന എല്ലാ വേദപുസ്തകത്തിൻ്റെയും പരിഭാഷ എങ്ങനെയാണ് ആദ്യകാലങ്ങളിൽ നടന്നു എന്നുള്ളത് വായിക്കുമ്പോൾ ചിലത് നമ്മുടെ കണ്ണുകളെ നനയിപ്പിക്കും. അതിലേറ്റവും പ്രാധാന്യമുള്ള വ്യക്തിയാണ് വില്യം ടെൻഡേൽ എന്ന് പറയുന്ന അദ്ദേഹം. 1536 ഒക്ടോബർ 6-ാം തീയതി അദ്ദേഹം ചെയ്ത കുറ്റം നമുക്ക് ചിന്തിക്കുവാൻ പോലും കഴിയുന്നതിനപ്പുറമാണ്. വേദപുസ്തകം എബ്രായ ഭാഷയിൽ നിന്ന് വിവർത്തനം ചെയ്തു എന്നുള്ള കുറ്റത്തിന് അന്നത്തെ രാജാവ് അദ്ദേഹത്തെ വധശിക്ഷയ്ക്ക് വിധിച്ചു. ആ വിധിയും അതിദാരുണമായതാണ്. വായിക്കുന്ന നമ്മുടെ കണ്ണുകൾ നിറയും. ഇത് സാക്ഷികളുടെ ഇത്ര വലിയ സമൂഹത്തിൽ ചേർക്കപ്പെട്ട അനേക വ്യക്തികൾ ഇന്നുമുണ്ട്. ലോകത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ കർത്താവിന് വേണ്ടി അധ്വാനിച്ച് നിത്യതയിൽ വിശ്രമിക്കുന്നുണ്ട്. അത് ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നു. വില്യം ടെൻഡേൽ ചെയ്ത തെറ്റ് വേദപുസ്തകം വിവർത്തനം ചെയ്ത് ഇംഗ്ലീഷിലേക്കാക്കി എന്നുള്ളത് മാത്രമായിരുന്നു. കോപിഷ്ഠരായ രാജാവിൻ്റെ നിർദ്ദേശപ്രകാരം അദ്ദേഹത്തെ സ്ട്രാങ്കുലേഷൻ, കഴുത്ത് ഞെരിച്ച് കൊന്നതിന് ശേഷം ഒരു സ്തൂപത്തിന്മേൽ കെട്ടിയിട്ട് തീ വെച്ച് അതിൻ്റെ ചാരമെടുത്ത് റൈൻ നദിയിൽ ഒഴുക്കിയെന്നാണ് ചരിത്രം പറയുന്നത്. പെട്ടെന്ന് ഒരു വാക്യം എൻ്റെ മനസ്സിലേക്ക് വരുന്നു. വിശ്വാസികളുടെ അല്ലെങ്കിൽ വിശ്വാസ വീരന്മാരുടെ പട്ടിക പറഞ്ഞതിന് ശേഷം സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം, അത് നമ്മെ ചിന്തിപ്പിക്കുന്നതാണ്. എന്നാൽ അദ്ദേഹം മരണസമയത്ത് ഇംഗ്ലണ്ടിലെ രാജാവിൻ്റെ കണ്ണ് തുറക്കണമെന്ന് മാത്രമേ പ്രാർത്ഥിച്ചുള്ളൂ. ആ രക്തസാക്ഷിത്വം സ്വയമേവ കർത്താവിന് വേണ്ടി ഏറ്റെടുത്തു. അത് ഇതിന് ഒരു വർഷം കൂടെ കഴിഞ്ഞപ്പോൾ ഇംഗ്ലണ്ടിലെ മറ്റൊരു രാജാവ് വന്ന് ഇദ്ദേഹത്തെ എൻ്റെ ഈ അദ്ദേഹം ചെയ്ത കൃത്യത്തിന് ഒരു തുടർമാനമായ ചരിത്രമുണ്ടായി. അത് 100 വർഷം, അത് അടുത്ത വർഷം തന്നെ, ഒറ്റ വർഷം കൊണ്ട് മാറ്റപ്പെട്ടതാണ് ഇന്ന് ഇംഗ്ലീഷ് ഭാഷയിലുള്ള വേദപുസ്തകം. അതിന് ഈ രക്തസാക്ഷിയായ വില്യം ടെൻഡലിനോട് ലോകം കടപ്പെട്ടിരിക്കുകയാണ്. നമ്മുടെ ഭാഷകളിൽ ലോകത്തിൻ്റെ വിവിധ സ്ഥാനങ്ങളിൽ ഇന്നും അതിൻ്റെ പ്രവൃത്തി തുടരുന്ന അനേക ദൈവദാസന്മാരും ദൈവദാസിമാരുമുണ്ട് എന്നുള്ള സത്യം നമ്മെ ധൈര്യപ്പെടുത്തുന്നത് തന്നെയാണ്. മരിക്കുന്നതിന് മുമ്പ് അദ്ദേഹം പറഞ്ഞ ഒറ്റ കാര്യമേ ഉള്ളൂ: ദൈവമേ, ഇംഗ്ലണ്ടിലെ രാജാവിൻ്റെ കണ്ണു തുറക്കണമേ. അത് അന്ന് നടന്നില്ല. അദ്ദേഹം കഴിഞ്ഞ് 1 വർഷം കഴിഞ്ഞപ്പോഴാണ് ഈ നമ്മുടെ കയ്യിലൊക്കെ ഇരിക്കുന്ന കിങ്സ് ജെയിംസ് വേർഷൻ ബൈബിള് പുറത്തു വരുന്നത്. പിന്നെ ഇന്നും അനേക ട്രാൻസ്ലേഷൻസ് ലോകത്തിൻ്റെ വിവിധ ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളെ ഓർക്കുമ്പോൾ അവരുടെ സേവനം എത്ര വലുതാണ്. കർത്താവിൻ്റെ വചനം ഐശ്വര്യമായി എല്ലായിടത്തും ഒരുപോലെ വരട്ടെ എന്ന് പ്രാർത്ഥിക്കാൻ നമുക്ക് കടപ്പാടുണ്ട്. ദൈവം ഈ വചനങ്ങളാൽ നമ്മെ അനുഗ്രഹിക്കട്ടെ.